73-ാം പേജിന്റെ അവസാനത്തിലും 74-ാം പേജിലുമായി അബൂ ശാമ റഹിമഹുല്ലാഹ് ശഅബാനിന്റെയും റജബിലെയും രാത്രികളിലെ മഹത്വങ്ങൾ വിവരിച്ചുകൊണ്ട് ചില കള്ള ഹദീസുകൾ പ്രസിദ്ധമായതിന്റെ പേരിൽ അന്ന് ബഹുമാനപ്പെട്ടവരുടെ നാട്ടിലും പരിസരങ്ങളിലും നടന്ന ധാരാളം നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത വിഷയങ്ങളെ എണ്ണി എണ്ണി പറയുന്ന കൂട്ടത്തിൽ ഈ രാത്രികളിൽ ഇഹ്യാ ചെയ്യുന്ന, രാത്രികളെ സജീവമാക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകം വഖഫ് ചെയ്യുന്ന ഏർപ്പാടുകളെയും അതിനായി ചില സംവിധാനങ്ങൾ ഒരുക്കിയതിനെയൊക്കെ വിമർശിച്ചതിന് ശേഷം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രത്യേകമായി കർമ്മങ്ങൾ ചെയ്യാനൊന്നും നിർദ്ദേശിക്കാത്ത ചില രാത്രികളിൽ ചില കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി കുറെ ആളുകൾ വഖഫ് ചെയ്തതിനെയും, അഥവാ വഖഫ് ചെയ്യുന്ന സമയത്ത് 5 രാത്രികളെ ഉറങ്ങാതെ ഇഹ്യാ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി വഖഫ് ചെയ്ത സംഭവമൊക്കെ വിവരിച്ചതിന് ശേഷം ആ 5 രാത്രികൾ, ഒന്ന് ശഅബാൻ പകുതിയുടെ രാത്രിയും റമദാന്റെ 27-ാം രാവും 2 പെരുന്നാൾ രാവും അതുപോലെ മുഹറത്തിന്റെ 1-ാമത്തെ രാത്രിയിലും ഈ 5 രാത്രികളിൽ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ചില പ്രത്യേക സംവിധാനങ്ങൾ ആ നാടുകളിൽ ഉണ്ടായതിനെ പരാമർശിച്ചുകൊണ്ട് ഇതൊക്കെ പ്രത്യേകം ഇസ്ലാം ഇഹ്യാ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച രാത്രികളാണ് എന്ന് പൊതുസമൂഹത്തിന് ധാരണയുണ്ടാകുന്ന രൂപത്തിൽ സാധാരണക്ക് വിരുദ്ധമായി വിളക്കുകൾ കത്തിച്ചുകൊണ്ടും ചെയ്യുന്ന ഏർപ്പാടുകളെയൊക്കെ ബഹുമാനപ്പെട്ടവർ ഇവിടെ വിമർശിക്കുന്നു. അതോടൊപ്പം ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ച ആളുകൾക്ക് ഈ രാത്രികൾ മറ്റു രാത്രികളിൽ നിന്നും പ്രത്യേകമായ ഇബാദത്തുകൾ ചെയ്യേണ്ടതില്ല എന്ന ധാരണയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത് സംഘടിപ്പിച്ച ആളുകൾ വലിയ മഹാന്മാരല്ലേ, അവരൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഇല്ലാതെ ഈ രാത്രികളെ ഇങ്ങനെ സജീവമാക്കാൻ കൂട്ടുനിൽക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് വിവരമില്ലാത്ത ആളുകളൊക്കെ പിന്നീട് അതിനെ വലിയ മഹത്വവൽക്കരിച്ച ഒരവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത് എന്നതും വിവരിക്കുന്നു. അതോടൊപ്പം ഇങ്ങനെ അടിസ്ഥാനമില്ലാത്ത വിഷയങ്ങൾ നാട്ടിൽ നടപ്പായാൽ പിന്നീട് അത് സമർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ നാടുകളിലുള്ള പല ആളുകളും സഹാബത്തുൽ കിറാമും താബിഈങ്ങളും അയിമ്മത്ത് മുജ്തഹിദുകളൊന്നും കാണാത്ത, മനസ്സിലാക്കാത്ത രൂപത്തിൽ ഇന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന മുറിമല്ലമാരുടെ അതേ സ്വഭാവം പുറത്തെടുക്കും എന്ന് അബൂ ശാമ റഹിമഹുല്ലാഹ് നമ്മളോട് മുന്നറിയിപ്പ് തരുന്നു. ഫലാ യബൂദു യൂദാ ഫീഹി അഹാദീസ് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഫുഇല ഫീ സ്വലാത്തുർ റഗായിബി വ നിസ്ഫി ശഅബാൻ. ശഅബാൻ പകുതിയുടെയും അതുപോലെ സ്വലാത്തുർ റഗായിബിന്റെയും മഹത്വവൽക്കരിച്ചുകൊണ്ട് ചില കള്ള ഹദീസുകൾ ഉണ്ടാക്കപ്പെട്ടതുപോലെ ഈ നടപ്പിലാക്കിയ കാര്യങ്ങൾക്ക് വേണ്ടിയും അതിന്റെ വക്താക്കൾ പിന്നീട് കള്ള ഹദീസുകളും പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന അവസ്ഥകളുമൊക്കെ ഉണ്ടായേക്കാം എന്നതിലേക്ക് സൂചന നൽകുന്നു. ലൈത ശഅരി അയ്യ മുഖാറബത്തിൻ ബൈന ലൈലത്തി 27 മിൻ റമളാന വ ബൈന അവ്വലി ലൈലത്തിൽ മുഹറം. നേരത്തെ 5 രാത്രികളെ സജീവമാക്കണം എന്ന് ചില ആളുകൾ വഖഫ് ചെയ്യുമ്പോഴും അതിനുവേണ്ടി സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തപ്പോൾ ആ 5 രാത്രികളിൽപ്പെട്ട 2 രാത്രികളാണ് റമളാനിന്റെ 27-ഉം മുഹറത്തിന്റെ 1-ാമത്തെ രാത്രിയും. അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നു, ഈ 2 രാത്രികളും തമ്മിൽ എന്ത് സമാനതയാണുള്ളത്? മുഹറത്തിന്റെ ആദ്യ രാത്രിയും റമദാൻ 27-ന്റെ രാത്രിയും തമ്മിൽ അയ്യ മുഖാറബത്തിൻ ബൽ അർജാഹ ഇന്ന ഖൗമിൻ. ഒരു വിഭാഗം ആളുകൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ നല്ല രാത്രിയാണ് എന്ന് അഭിപ്രായപ്പെട്ട രാത്രിയാണ് റമദാനിന്റെ 27. എന്നാൽ വലം യഅതി ശൈഉൻ ഫി അവ്വലി ലൈലത്തിൽ മുഹറം. മുഹറമിന്റെ ആദ്യ രാത്രിയെ സംബന്ധിച്ച് ഒരു പ്രമാണവും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. വഖദ് ഫത്തസ്തു ഫീമാ നുഖല മിനൽ ആസാരി സഹീഹൻ വ ദഈഫൻ വഫിൽ അഹാദീസിൽ മൗദൂഅ. സഹീഹായതും ദഈഫായതും എന്തിനധികം മൗദൂആയ ഹദീസുകളിൽ വരെ ഞാൻ പരിശോധിച്ചു നോക്കി. ഫലം മറ അഹദൻ ദഖറ ഫിഹാ ശൈഅൻ. മുഹറത്തിന്റെ 1-ാം രാത്രിയെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞതായി കാണുന്നില്ല. അപ്പോൾ നാട്ടിൽ കുറെ ആളുകൾ ഇങ്ങനെ ഒരു നടപ്പുണ്ടാക്കിയാൽ ആ നടപ്പ് പിന്നീട് നിലനിന്നു പോകുമെന്നും അതിന്റെ പേരിൽ പിന്നീട് വല്ല കള്ള ഹദീസുകളും ഉണ്ടാക്കപ്പെടുമെന്ന് വരെ ബഹുമാനപ്പെട്ടവർ ഇവിടെ നമ്മോട് പങ്കുവെക്കുന്നു. ഞാൻ ഭയപ്പെടുന്നു, അല്ലാഹ് കാക്കട്ടെ, ഈ മുഹറത്തിന്റെ 1-ാം രാത്രിയെ സംബന്ധിച്ച് എന്തെങ്കിലും കള്ള ഹദീസുകൾ ആരെങ്കിലും ഉണ്ടാക്കുമോ എന്ന്. കാരണം ആ നിലക്ക് ആവേശം കൊള്ളുന്ന രൂപത്തിലാണ് ആളുകൾ അത് കൊണ്ടാടുന്നത്. വലാദ്രി മല്ലദീ സർഫവും തഗീരി ലൈലത്തുർ റഗായിബി അവ്വല ലൈലത്തി ആശൂറ ഫഖദ് വദാഫിയ മിനൽ അഹാദീസിൽ വാത്തിലത്ത്. എനിക്കറിയില്ല ലൈലത്തുർ റഗായിബിനെ ആശൂറായിന്റെ രാത്രിയിലേക്ക് മാറ്റിയത് എന്ത് വകയിലാണ് എന്ന്. ഫഖദ് ഉളിയ ഫീഹ മിനൽ അഹാദീസിൽ ബാത്തില. ആശൂറായ സംബന്ധമായി ധാരാളം നിരർത്ഥകമായ ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. വബുലിയ ഫീ ലൈലത്തൈൽ ഈദൈനി സലാത്തുൻ വ ഇഹ്യാഉ. 2 പെരുന്നാൾ രാത്രിയിലും നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതിനെ സംബന്ധിച്ചും അന്ന് ഇഹ്യാ ചെയ്യുന്നതിനെ കുറിച്ചും ചില കള്ള ഹദീസുകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അമ്മാ ലൈലത്തു നിസ്ഫി ശഅബാൻ. എന്നാൽ ആ 5 രാത്രികളിൽപ്പെട്ട ശഅബാന്റെ പകുതി
ഫഖദ് മദാ ദിക്റുഹ, അതിനെക്കുറിച്ചുള്ള ചർച്ച നേരത്തെ നാം നടത്തിയിട്ടുണ്ട്. ഫഖദ് അസ്ർതു ബി ഹദീസിൻ അഖ്റജഹു സാഹിബ് കിതാബ് തർഗീബ് വത്തർഹീബ്. തർഗീബ് വത്തർഹീബ് എന്ന ഗ്രന്ഥത്തിന്റെ ഉടമ വഹബ് ഇബ്നു മുനബ്ബഹിൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിച്ച ഒരു ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നഹിയ ലയാലിൽ ഖംസ, 5 രാത്രികളെ ആരെങ്കിലും ഇഹ്യാ ചെയ്താൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം ഉറപ്പാണ്. ഒന്ന് ലൈലത്തു തർവിയ, തർവിയത്തിന്റെ രാത്രി അഥവാ അറഫയുടെ തലേ ദിവസമുള്ള രാത്രി. വലൈലത്ത് അറഫ, അറഫയുടെ രാത്രിയും. വലൈലത്തു നഹരി, ബലിപെരുന്നാളിന്റെ രാത്രിയും. വലൈലത്തുൽ ഫിത്രി, ചെറിയ പെരുന്നാളിന്റെ രാത്രിയും. വലൈലത്തു നിസ്മിൻ ഷാബാൻ, ഷാബാൻ പകുതിയുടെ രാത്രിയും. ഖുൽതു വലൗ കാന ശൈഖു ജഅലൽ ഖംസ മുശാറബിയ ഫി ഹാദിൽ ഖംസി, നേരത്തെ 5 രാത്രികൾ ഇഹ്യാ ചെയ്യുന്ന ആളുകൾക്ക് ചില സംവിധാനങ്ങൾ ഒരുക്കിയ ആ ഷെയ്ഖ് ഈ ഹദീസിൽ പരാമർശിച്ച രാത്രികളെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ലകാനലഹു മഅഖദൻ മിൻ ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രമാണം അദ്ദേഹത്തിന് എടുക്കാമായിരുന്നു. വഅമ്മാ ലൈലത്തു 27 മിൻ റമദാൻ, റമദാൻ 27 കാര്യം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം. ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ എന്ന നിലക്ക് ചില ആളുകൾ പൊതുവായ നല്ല കാര്യങ്ങൾ പ്രത്യേക സമയങ്ങളിൽ ആരംഭിക്കുകയും പിന്നീട് വരുന്ന ആളുകൾ അതിനുവേണ്ടി കള്ള ഹദീസുകളും കള്ള ചരിത്രങ്ങളും സഹാബത്തുൽ കിറാമിന്റെയും താബീങ്ങളുടെയും പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയതും നമുക്ക് ചരിത്രത്തിൽ ധാരാളം കാണാൻ സാധിക്കും. വേണമെങ്കിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങൾ നമുക്ക് ഒരു പ്രത്യേക ക്ലാസ്സായി അടുത്തു തന്നെ വിവരിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്.